ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹാരി പോട്ടർ സീരീസിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫർ സ്റ്റോൺ എന്ന് പറയുന്ന മൂവി ആയിട്ടാണ്. ഇതിന്റെ ഒരു ചെറിയൊരു ഇൻട്രോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 1.5 മിനിറ്റുള്ള വീഡിയോ ആണ്. ഈ മൂവി സീരീസ് ഇതുവരെ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരുന്നത് നന്നായിരിക്കും. ഈ മൂവി കുറച്ചും കൂടെ മനസ്സിലാവും. ഒരുപാട് വലിച്ചു നിട്ടാതെ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ. അതിനു മുമ്പായിട്ട് ചെറിയൊരു കാര്യം, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കഥയുടെ തുടക്കത്തിൽ ഇരുണ്ട വഴിയിലൂടെ നടന്നു വരുന്ന ഒരു വൃദ്ധനെ നമ്മളെ കാണിക്കുകയാണ്. ഇദ്ദേഹമാണ് ആൽബസ് ഡംബിൾഡോർ. ഹോഗ്വാർട്സ് എന്ന് പറയുന്ന ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഇദ്ദേഹം ആ വഴിയിൽ ആരൊക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഭയങ്കരമായ രീതിയിൽ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് ആ വഴിയിൽ സൈഡിലായിട്ട് ഒരു പൂച്ച ഇരിക്കുന്നത് കാണുന്നത്. ആ പൂച്ചയോടായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പെട്ടെന്നാണ് ആ പൂച്ചയുടെ രൂപം മാറുന്നത്. അവരാണ് പ്രൊഫസർ മെഗോണക്കൽ. ഇവര് ആ സ്കൂളിൽ തന്നെ മറ്റൊരു പ്രൊഫസറാണ്. അപ്പോൾ അവർ വളരെ ക്യൂരിയസ് ആയിട്ട് ഡംബിൾഡോറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മൾ കേട്ടത് ശരിയാണോ? അപ്പോഴാണ് ഡംബിൾഡോർ പറയുന്നത്, അത് ശരിയാണ്, അവർ രണ്ടുപേരും കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ കുട്ടി എന്തായി എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്, ആ കുട്ടിയെ കൊണ്ടുവരാനായിട്ട് ഞാൻ ഹാഗ്രിഡിനെ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോഴാണ് ആകാശത്ത് നിന്ന് ബുള്ളറ്റ് പറപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹാഗ്രിഡ് വരുന്നത്. ഈ മല പോലെ ഇരിക്കുന്ന മനുഷ്യനാണ് ഹാഗ്രിഡ് ഹോഗ്വാർട്സ് സ്കൂളിന്റെ കാവൽക്കാരൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ഒരു ഹാഫ് ഹ്യൂമനും ഹാഫ് ജെയിന്റും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ശരീരം ഉള്ളത് അദ്ദേഹത്തിന്. നമ്മുടെ കുട്ടി ഹാരി പോട്ടർ ഹാഗ്രിഡിന്റെ കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയി. ഹാഗ്രിഡ് ആ കുട്ടിയെ ഡംബിൾഡോറിന്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ഇവരെല്ലാവരും കൂടി ഇപ്പൊ നേരെ പോകുന്നത് ഹാരി പോട്ടറിന്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക്. പക്ഷേ ഹാരി പോട്ടറിനെ അവർ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരി പോട്ടറിന്റെ അമ്മ ഈ മാജിക് ഒക്കെ പഠിക്കാൻ പോയതുകൊണ്ട് തന്നെ അവർ കുടുംബത്തിൽ നിന്ന് അവരെ പുറത്താക്കിയതാണ്. ഹാരി പോട്ടറിന് പക്ഷേ ഇപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇത് മാത്രമായതുകൊണ്ടാണ് ഇവർ അവിടെ കൊണ്ട് ഏൽപ്പിക്കുന്നത്. കാരണം മറ്റുള്ള ഈവിളുകൾ ഈ ഹാരി പോട്ടറിനെ തപ്പി വരാം, അവനെ അപകടത്തിലാക്കാം. അതുകൊണ്ട് തന്നെ കുറച്ചു നാളത്തേക്ക് ഇവൻ വളർന്നു വരുന്നത് വരെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കയ്യിൽ അവരെ ഏൽപ്പിക്കുന്നത്. നമ്മുടെ ഹാഗ്രിഡിന് ഹാരി പോട്ടറിനെ പിരിയാൻ ഒട്ടും മനസ്സില്ല. കാരണം കൊച്ചു കുട്ടികളെ പോലെ ഹാഗ്രിഡ് അവിടെ നിന്ന് കരയാണ്. ആ വലിപ്പം മാത്രമേ ഉള്ളൂ. ആളുടെ മനസ്സ് കൊച്ചു കുട്ടികളെക്കാട്ടി കഷ്ടമാണ്. അപ്പോൾ ഡംബിൾഡോർ പറയുന്നുണ്ട്, ഹാഗ്രിഡ് നീ കരയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇവനെ നിരന്തരമായിട്ട് ഉപേക്ഷിക്കുകയല്ല, ഇവൻ നമ്മുടെ അടുത്ത് തന്നെ തിരിച്ചു വരുമെന്ന്. അങ്ങനെ ഹാരി പോട്ടറിനെ അവരവിടെ ഉപേക്ഷിക്കുകയാണ്. അപ്പോഴാണ് ഹാരി പോട്ടറിന്റെ മുഖം നമ്മളെ കാണിക്കുന്നത്. ആ കുട്ടിയുടെ മുഖത്തായിട്ട് നെറ്റിയിലൊരു തഴമ്പുണ്ടായിരുന്നു. അത് ആ ദുർമന്ത്രവാദി അവരെ ആക്രമിച്ചപ്പോൾ സംഭവിച്ചിട്ടുള്ള ആ ഒരു തഴമ്പായിരുന്നു. ആ തഴമ്പ് ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ ടൈറ്റിലിട്ട് കാണിക്കുകയാണ്. അങ്ങനെ 10 വർഷത്തിന് ശേഷമുള്ള ഹാരി പോട്ടറിനെ നമ്മളെ കാണിക്കുകയാണ്. ഹാരി പോട്ടർ ഇപ്പോൾ താമസിക്കുന്നത് അവന്റെ ആന്റിയുടെ അങ്കിളിന്റെ കൂടെയൊക്കെയാണ് കേട്ടോ. താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഭയങ്കര ദുഷ്കരമായിട്ടുള്ള ജീവിതമാണ് ഹാരി പോട്ടറിനോടെ. കാരണം ഹാരി പോട്ടർ അവിടെ താമസിക്കുന്നത് തന്നെ അവരുടെ വീടിന്റെ ഒരു ചെയറിന്റെ അടിയിലെ ചെറിയൊരു റൂമിലാണ്. അത് മാത്രമല്ല, ആന്റിയുടെ മകൻ ഇട്ട് പഴകി പോകുന്ന ഡ്രസ്സുകളാണ് ഹാരി പോട്ടറിന് അവർ കൊടുത്തോണ്ടിരുന്നത്. ആ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യണം. അങ്ങനെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആ ആന്റിയുടെ മകന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിനോടനുബന്ധിച്ച് അവർ നേരെ പോകുന്നത് ഒരു സൂവിലോട്ടാണ്. സൂവിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആ അങ്കിള് ഹാരി പോട്ടറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവിടെ വന്ന് എന്തെങ്കിലും നീ തെറ്റായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് നിനക്ക് ഞാൻ ഭക്ഷണം തരത്തില്ലാന്ന്. അങ്ങനെ അവർ ആ സൂവിലെത്തുകയാണ്. ആ സൂവിലായിട്ട് ഒരു കണ്ണാടിക്കൂട്ടിൽ ഒരു പാമ്പ് കിടപ്പുണ്ടായിരുന്നു. ആ കുരുത്തങ്കട്ട ചെറുക്കൻ അവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചിട്ടും ആ പാമ്പ് അനങ്ങുന്നില്ല. അങ്ങനെ ഇത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുമ്പോൾ ഹാരി പോട്ടർ അതിനോട്ട് പറയുന്നുണ്ട്, അത് അവന്റെ അറിവില്ലായ്മ കൊണ്ടൊക്കെയാണ് കാണിക്കുന്നത്, നീ അത് മൈൻഡൊന്നും ചെയ്യണ്ടെന്ന്. ഹാരി പോട്ടർ സംസാരിക്കുമ്പോൾ പെട്ടെന്നാണ് ആ പാമ്പ് എഴുന്നേൽക്കുന്നത്. ഹാരി പോട്ടർ ആകെ അതിശയിച്ചു പോവാണ്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഹാരി പോട്ടർ ചോദിക്കുന്നു. അതിനൊക്കെ ആ പാമ്പ് തലയാട്ടി കാണിക്കുന്നൊക്കെ ഉണ്ട്. പെട്ടെന്നാണ് ഈ പാമ്പ് അനങ്ങുന്നത് കണ്ടിട്ട് ആ ചെറുക്കൻ ഓടി വരുന്നത്. ഹാരി പോട്ടറിനെ തള്ളി താഴെ വീഴുന്ന ഹാരി പോട്ടർ പെട്ടെന്ന് ദേഷ്യത്തോടെ അവനെ നോക്കുകയാണ്. പെട്ടെന്നാണ് അവനുണ്ടായിരുന്ന ഗ്ലാസ് അപ്രത്യക്ഷമായി പോകുന്നത്. ആ ചെറുക്കനാണെന്നുണ്ടെങ്കിൽ ആ പാമ്പിന്റെ കൂട്ടിലോട്ടും വീഴുന്നുണ്ട്. പാമ്പ് അവിടെ നിന്ന് ഇറങ്ങി ഹാരി പോട്ടറിന്റെ അടുത്ത് വന്ന് തന്നെ രക്ഷിച്ചതിൽ നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ ചെറുക്കന് അങ്ങനെ സംഭവിച്ചത് ഹാരി പോട്ടർ കാരണമാണെന്ന് പറഞ്ഞിട്ട് ഹാരി പോട്ടറിന്റെ അങ്കിള് അവന് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. അതിന്റെ അടുത്ത ദിവസം അവരുടെ വീട്ടിലേക്ക് കുറച്ച് കത്തുകൾ വരെയാണ്. അതിലൊരു കത്ത് ഹാരി പോട്ടറിനുള്ളതായിരുന്നു. നിനക്കൊക്കെ ആരാണ് കത്ത് അയക്കാനെന്നും പറഞ്ഞിട്ട് ആ അങ്കിള് ആ കത്ത് വായിച്ചു നോക്കാണ്. അത് വന്നിരുന്നത് ഹോഗ്വാർട്സിൽ. എന്നാൽ ആ കത്ത് വായിക്കാൻ സമ്മതിക്കാതെ അങ്കിൾ അത് കീറിക്കളയാണ്. അതിന്റെ അടുത്ത ദിവസവും അവിടെ കത്തുകൾ വന്നു. ഒന്നല്ല, ഒരുപാട് കത്തുകൾ. വീട്ടിലുള്ള മുട്ടയ്ക്കകത്ത് വരെ കത്തുകളാവാൻ തുടങ്ങി. അങ്ങനെ കത്തുകൾ വരുന്നതെല്ലാം അവര് നശിപ്പിച്ചുകൊണ്ടിരുന്നു. കത്തുകൾ നശിപ്പിക്കുന്നതിനനുസരിച്ച് അതിന്റെ ഇരട്ടിയോളം കത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അഡ്രസ് ഉള്ളത് കൊണ്ടല്ലേ കത്ത് അയക്കുന്നത്, ഇവിടുന്ന് താമസം മാറിയാല് കത്ത് അയക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ നേരെ ഒരു ലൈറ്റ് ഹൗസിലോട്ട് താമസം മാറ്റുകയായിരുന്നു. അങ്ങനെ അന്നൊരു ദിവസം രാത്രിയാണ് ഹാരി പോട്ടറിന് 11 വയസ്സ് തികയുന്നത്. ആരും അവനെ വിഷ് ചെയ്യാനില്ല. അവൻ സ്വന്തമായിട്ട് തന്നെ ഒരു കേക്കിന്റെ പടമൊക്കെ വരച്ചിട്ട് സ്വന്തമായി വിഷ് ചെയ്യണം.
പെട്ടെന്നാണ് അവരുടെ കതക് തല്ലിപ്പൊളിച്ച് ഒരാൾ കടന്നു വരുന്നത്. അത് നമ്മുടെ ഹാഗ്രിഡ് ആയിരുന്നു. ഹാരി പോട്ടർക്കുള്ള കേക്കൊക്കെ ആയിട്ടാണ് ഹാഗ്രിഡ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹാഗ്രിഡ് ആരാന്ന് ഹാരി പോട്ടർക്ക് മനസ്സിലായിട്ടില്ല. ആരാണെന്ന് തിരക്കുമ്പോഴാണ് താൻ വന്നിരിക്കുന്നത് ഹോഗ്വേർട്സ് എന്ന് പറയുന്ന മാന്ത്രികർ പഠിക്കുന്ന സ്കൂളിൽ നിന്നാണെന്നും അവിടേക്ക് നിനക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട്, നിന്നെ കൊണ്ടുപോകാനായിട്ടാണെന്നൊക്കെ. അപ്പോഴാണ് ഹാരി പോട്ടർ മനസ്സിലാക്കുന്നത് അവന്റെ അച്ഛനും അമ്മയും ഒരു മാന്ത്രികരായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ ഹാരിയെ സ്കൂളിൽ വിടാൻ അവന്റെ അങ്കിളും ആന്റിയും ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതൊരു പ്രത്യേക കാരണം കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ ആന്റിയുടെ ചെറുപ്പകാലത്ത് ആ സ്കൂളിൽ നിന്ന് ആ സ്കൂളിൽ പഠിക്കാൻ ഇൻവിറ്റേഷൻ കിട്ടിയത് അവരുടെ അനിയത്തിക്കായിരുന്നു. അതിന്റെ ഒരു അസൂയ അവർക്ക് പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഹാഗ്രിഡ് എന്തെങ്കിലും വിഷയമാണോ? അവനെയും കൂട്ടിയിട്ട് ഹാഗ്രിഡ് പോവുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് അവർക്കിട്ട് ചെറിയൊരു പണിയും കൊടുത്തിട്ടാണ് നമ്മുടെ ഹാഗ്രിഡ് പോകുന്നത്. ആ തടിയും ചെറുക്കനുണ്ടല്ലോ, അവനൊരു വാല്യം കിളിപ്പിച്ച് വെച്ചിട്ടാണ് ഹാഗ്രിഡ് പോകുന്നത്. താൻ പുറത്ത് മന്ത്രവിദ്യ ഉപയോഗിച്ച കാര്യം സ്കൂളിൽ ചെന്ന് ആരോടും പറയല്ലെന്ന് ഹാരിയോട് പറയുന്നുണ്ട്. കാരണം ഇവർക്കൊരു റൂൾ ഉണ്ട്, സ്കൂളിന് വെളിയിൽ തന്റെ മന്ത്രശക്തികളൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളത്. അവരവിടെ നിന്ന് നേരെ പോകുന്നത് ഹാരിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പോകാൻ വേണ്ടിയിട്ട് ഈ സാധാരണ ലോകത്തല്ലല്ലോ നമ്മുടെ ഹോഗ്വേർട്സ് ഉള്ളത്. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനുള്ള ഒരു പോർട്ടലുള്ള ഒരു കഫേയിലോട്ട് അവർ പോവുകയാണ്. ആ കഫേ ചെല്ലുമ്പോൾ ആ സ്കൂളിലെ മറ്റൊരു പ്രൊഫസറെ ഇവർ കാണുകയാണ്. ആ പ്രൊഫസറിന്റെ പേരാണ് പ്രൊഫസർ കുരുൽ. അവിടെ ആ കുരുലിനെ പരിചയപ്പെടുന്നുണ്ട്. കുരുലിനെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ ഹാരി കൈ കൊടുക്കാൻ പോകുമ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് പുള്ളി കൈ കൊടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവരങ്ങനെ അതിന് അകത്തോട്ട് കയറി പോവാണ്. ചെന്നെത്തുന്ന ഒരു മതില് കൊണ്ട് കെട്ടപ്പെട്ട ഒരു സ്ഥലത്താണ്. അവിടെ കൊണ്ട് ആ വഴി തീരുകയാണ്. അപ്പോഴാണ് ഹാഗ്രിഡ് തന്റെ കയ്യിലുണ്ടായിരുന്ന ആ കോട എടുത്തിട്ട് ആ മതിലിന്റെ 2-3 തട്ടൊക്കെ കൊടുക്കുന്നത്. പെട്ടെന്നാണ് അവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നത്. വേറൊരു സ്ഥലത്തേക്ക് അവരെത്തുകയാണ്. ആ സ്ഥലം എന്ന് പറയുന്നതാണ് ഡയഗൺ അലി. അവിടെയാണ് ഈ മാന്ത്രികർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന സ്ഥലം. അവിടെ ചെല്ലുമ്പോൾ ഹാരി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ വേണം, എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഒന്നും ഇല്ലാന്ന്. അപ്പോൾ ഹാഗ്രിഡ് പറയുന്നു, നിന്റെ കയ്യിലാണോ പൈസ ഇല്ലാത്തത്, വാ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഹാരിനെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ബാങ്കിൽ പോവാണ്. അത് കുറെ പൊക്കം കുറഞ്ഞ ആളുകൾ നടത്തുന്ന ബാങ്കായിരുന്നു. ഹോഗ്വേർട്സ് കഴിഞ്ഞാൽ ആ മാന്ത്രിക ലോകത്ത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഇതാണെന്നാണ് നമ്മുടെ ഹാഗ്രിഡ് പറയുന്നത്. അവരങ്ങനെ ബാങ്കിലോട്ട് പോവാണ്. ബാങ്കിൽ ചെന്നിട്ട് ഹാരി പോട്ടറിന്റെ ആ ലോക്കർ തുറന്ന് കാണിക്കുകയാണ്. ഇഷ്ടം പോലെ പണമാണ് അവന്റെ അച്ഛനും അമ്മയും അവന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് പണമൊക്കെ എടുക്കുന്നു. അത് മാത്രമല്ല, മറ്റൊരു സീക്രട്ട് ലോക്കിൽ നിന്ന് ഒരു ചെറിയൊരു പൊതിയും ഹാഗ്രിഡ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഹാരിക്ക് വേണ്ട ഓരോ കാര്യങ്ങളായിട്ട് അവർ മേടിക്കുന്നുണ്ട്. ഒരു മാന്ത്രികന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് അവന്റെ മന്ത്രക്കോലാണ്. അത് മേടിക്കാനായിട്ട് ഹാരിനെ ഒരു ഷോപ്പിലോട്ട് ഹാഗ്രിഡ് പറഞ്ഞുവിടുകയാണ്. ഹാരി അവിടെ എത്തുമ്പോഴേക്കും ഹാരിനെ കണ്ടപാടെ ആ ഷോപ്പിലെ ഓണർക്ക് ഹാരിയാണെന്ന് മനസ്സിലാവുകയാണ്. കാരണം ഹാരി പോട്ടർ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുണ്ട്. ഹാരിക്ക് അറിയില്ല താൻ എത്രത്തോളം ഫേമസ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ആ ഷോപ്പിലെ ഓണർ ഹാരിക്ക് പല രീതിയിലുള്ള വാണ്ടുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും മന്ത്രക്കോല് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും സ്യൂട്ടാവുന്നില്ല. കാരണം ഈ മന്ത്രക്കോലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഉടമസ്ഥനെ അത് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരു വാണ്ട് കൊടുക്കുമ്പോൾ അത് അവന് കറക്റ്റായിട്ട് ഷൂട്ട് ആവുകയാണ്. ആ മന്ത്രക്കോലം എന്ന് പറയുന്നത് ഫിനിക്സ് പക്ഷിയുടെ തൂവലുണ്ടാക്കിയ മന്ത്രക്കോലായിരുന്നു. ഈ മന്ത്രക്കോലിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു മന്ത്രക്കോലും കൂടെ ഫിനിക്സ് പക്ഷിയുടെ തൂവൽ വെച്ച് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളെന്ന് പറയുന്നത് ഹാരി പോട്ടറിന്റെ നെറ്റിയിലെ തഴമ്പിന് കാരണമായിട്ടുള്ള ആളായിരുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഹാഗ്രിഡ് വരുവാണ്. ഹാഗ്രിഡ് വന്നത് ഹാരി പോട്ടറിന്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ടാണ്. ഒരു വെളുത്ത മൂങ്ങ. ആ മൂങ്ങയുടെ പേരാണ് ഹെഡ്. അതിനുശേഷം അവർ നേരെ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാരി ഹാഗ്രിഡിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്റെ ഈ നെറ്റിയിലെ തഴമ്പിന് കാരണക്കാരായിട്ടുള്ള ആളാണോ എന്റെ അച്ഛനും അമ്മയും കൊന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഹാരിയുടെ അച്ഛനും അമ്മയും മരിച്ചതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഹാഗ്രിഡ് ഹാരിക്ക് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. ഹാരിയുടെ അച്ഛനും അമ്മയും കൊന്ന ആ മന്ത്രവാദിയുടെ പേര് ഹാഗ്രിഡ് അറിയാതെ പറയുകയാണ്, വോൾഡർമോർട്ട്. അവന്റെ പേര് പറയാൻ പോലും ആരും ഇഷ്ടപ്പെടുന്നില്ല. അന്നത്തെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം അവൻ മരിച്ചുവെന്നാണ് പലരും പറയുന്നത്. പക്ഷെ അവൻ തിരിച്ചു വരുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമെന്നും ഹാഗ്രിഡ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരൊരു റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഹാഗ്രിഡ് പറയുന്നുണ്ട്, ഹാരി എനിക്ക് പോകാൻ സമയമായിട്ടുണ്ട്, ഇനി മുതൽ നീ തനിയെ പോകണം, നിന്റെ ട്രെയിനിന് സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റെയിൽവേ ടിക്കറ്റ് എടുത്തിട്ട് ഹാരിയുടെ കൈ കൊടുക്കുകയാണ്. അതിൽ നോക്കുമ്പോഴേക്കും അതിൽ പ്ലാറ്റ്ഫോം നമ്പർ 9:45 എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം അവിടെ ഇല്ലതാനും. അപ്പൊ ഹാരി എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ഹാഗ്രിഡ് അവിടെ നിന്ന് പോയിരുന്നു. അങ്ങനെ അവിടെ തപ്പിപ്പിടിച്ചൊക്കെ നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കാണുന്നില്ല. അപ്പോഴാണ് അവിടെ വെച്ചിട്ടാണ് ഹാരി വീസ്ലി ഫാമിലിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ അവരുടെ സഹായത്തോടെ അവിടെയുള്ള ഒരു പോർട്ടൽ വഴിയിട്ട് ഹാരി 9:45 എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിലെത്താണ്. എന്നിട്ട് സ്കൂളിലോട്ടുള്ള യാത്രയും തുടങ്ങുന്നു. ആ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ആ ട്രെയിനിൽ വെച്ചിട്ട് ഡ്രോൺ വീസ്ലിനെ ഹാരി പരിചയപ്പെടുകയാണ്. അവരങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അടുത്തേക്ക് മറ്റൊരാളും കൂടെ വരുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേരാണ് ഹെർമോണി ഗ്രേഞ്ചർ. പുള്ളിക്കാരത്തി എന്ന് പറയുന്നത് കുറച്ച് തലക്കനമുള്ള കൂട്ടത്തിലാണ്. തനിക്ക് എല്ലാം അറിയാം എന്നുള്ള ചെറിയൊരു അഹങ്കാരമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. അവർക്ക് അങ്ങനെ ആദ്യമേ ഈ ഹെർമോണിനെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, പ്രത്യേകിച്ച് റോണിന്. അവരങ്ങനെ അവരുടെ സ്റ്റോപ്പിലെത്താണ്. അവരെ സ്വീകരിക്കാനായിട്ട് അവിടെ ഹാഗ്രിഡ് ഉണ്ടായിരുന്നു. ഹാഗ്രിഡ് അവരെ എല്ലാവരെയും കൂട്ടിയിട്ട് ആ ഹോഗ്വേർട്സ് എന്ന് പറയുന്ന സ്കൂളിലോട്ട് പോവാണ്. ചെറിയ വെള്ളത്തിലേക്കാണ് അവരെല്ലാവരും പോകുന്നത്. നമ്മുടെ ഹാഗ്രിഡിന് ഇരിക്കാൻ തന്നെ ഒരു വെള്ളം തന്നെ വേണമായിരുന്നു. അവരങ്ങനെ എല്ലാ സ്കൂളിലെത്താണ്. അവിടെ സ്കൂളിന്റെ എൻട്രൻസിലായിട്ട് അവിടെ മറ്റൊരാൾ നിൽപ്പുണ്ടായിരുന്നു. അവരാണ് നമ്മുടെ പ്രൊഫസർ മെഗോണഗൾ.
പുതിയ കുട്ടികൾക്ക് അകത്തോട്ട് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അവരവിടെ തന്നെ നിന്നത്. കാര്യം ഇവർ അകത്തോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് അവർ 4 ഹൗസുകളിലോട്ട് തിരിക്കും. സ്ലിതറിൻ, ഹഫിൾ പഫ്, ഗ്രിഫിൻഡോർ, റേവൻക്ലോ അങ്ങനെ പറഞ്ഞിട്ട് 4 ഹൗസ് ഉണ്ട്. ഈ ഹൗസുകളിലോട്ട് ഈ കുട്ടികളെ തിരിക്കും. ഈ ഹൗസുകളാണ് ഇനി മുതൽ അവർ പഠിക്കുന്നിടത്തോളം കാലം അവരുടെ കുടുംബം. ഈ കുട്ടികളുടെ പഠനത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചിട്ട് ഈ ഹൗസിന് മാർക്കുകൾ കൂടുതൽ കിട്ടും. ഇവരെന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്കുകൾ കുറയും. വർഷാവസാനം ഈ മാർക്കെല്ലാം വെച്ച് കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആ ഹൗസിനായിരിക്കും ഹൗസ് കപ്പ് കിട്ടുക. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അവരെ അകത്തോട്ട് കടത്താണ്. അവിടെ വെച്ച് ഹാരി പോട്ടറിനെ മറ്റൊരാൾ വന്ന് പരിചയപ്പെടുന്നുണ്ട്. അവനാണ് ഡ്രാക്കോ മാൽഫോയ്. അവിടുത്തെ ഒരു മാൽഫോയ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ധനികരായ കുടുംബത്തിലെ ആളുകളാണ് ഈ മാൽഫോയ്സ് എന്ന് പറയുന്നത്. അതിന്റെ കുറെ അഹങ്കാരവും ഈ ചെറുക്കനുണ്ട് കേട്ടോ. അതിനുശേഷം ഇവരെല്ലാം അതിനകത്തോട്ട് പോവുകയാണ്. അവിടെ ആയിട്ട് ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. ഈ തൊപ്പിയാണ് ഈ കുട്ടികൾ ഏത് ഹൗസിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത്. ഈ സെലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഡംബിൾഡോർ ഈ കുട്ടികളിലായിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട്. അതായത് ഈ സ്കൂളിന് പുറത്ത് ഒരു ഡാർക്ക് ഫോറസ്റ്റ് ഉണ്ട്, അങ്ങോട്ട് ആരും പോകാൻ പാടില്ല. അത് മാത്രമല്ല സ്കൂളിന്റെ 3ാം നിലയിലുള്ള ഒരു കോറിഡോർ ഉണ്ട്, അവിടെയും ആരും പോകാൻ പാടില്ല. അവിടെ പോയി കഴിഞ്ഞാൽ പോകുന്നവരുടെ ജീവന് വരെ അപകടമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ആ തൊപ്പി വെച്ചിട്ട് ഓരോരുത്തരായിട്ട് ഓരോ ഹൗസിലോട്ട് തെരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ റോണും ഹാരി പോട്ടറും ഹെർമോണിയും എല്ലാം ഗ്രിഫിൻഡോറിലോട്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അതുപോലെ നമ്മുടെ മാൽഫോയിനെയൊക്കെ സ്ലിതറിലോട്ടും തെരഞ്ഞെടുക്കുന്നു. അതിനുശേഷം എല്ലാം കഴിച്ചതിന് ശേഷം ഇവർ എല്ലാവരും അവരവരുടെ ഹൗസിലോട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിയുള്ള സ്റ്റെപ്പൊക്കെ ഭയങ്കര വിചിത്രമായിരുന്നു. കാര്യം എപ്പോഴും നിശ്ചിത സമയം കൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ വഴി തെറ്റുന്നത് പറയാൻ പോലും പറ്റത്തില്ല. അന്നത്തെ ദിവസം രാത്രി ഹാരി പോട്ടറിന് ഉറങ്ങാൻ സാധിച്ചില്ല. അവന്റെ മനസ്സ് മുഴുവൻ സന്തോഷമായിരുന്നു. ആ ചെറിയ റൂമിൽ നിന്നും ഇവിടെ എത്തിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവന് പുതിയ പുതിയ കൂട്ടുകാരെയും മറ്റൊക്കെ കിട്ടിയത് കൊണ്ടായിരിക്കാം അവൻ ഉറങ്ങാതിരുന്നുണ്ടായിരുന്നത്. അടുത്ത ദിവസം ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് പ്രൊഫസർ മെഗോണക്കലിന്റെ ആയിരുന്നു. ആ ക്ലാസ്സിൽ തന്നെ നമ്മുടെ ഹാരി പോട്ടറും റോണും താമസിച്ചാണ് വരുന്നത്. അവർക്ക് ചെറിയ വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ മെഗോണക്കൽ അവരെ ഇരുത്തുന്നുണ്ട്. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സെവറസ് സ്നേപ്പിന്റെ ആയിരുന്നു. സെവറസ് സ്നേപ്പ് ക്ലാസ്സിൽ വന്നപ്പോൾ തൊട്ട് തന്നെ ഹാരി പോട്ടറിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഹാരി പോട്ടർ തന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഹാരി പോട്ടറിനകത്ത് ചില ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും മറുപടി പറയാൻ ഹാരി പോട്ടറിന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ചോദ്യം കേൾക്കുമ്പോഴൊക്കെ ഞാനിപ്പോ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹെർമോനി എപ്പോഴും ഇങ്ങനെ കൈവക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഹാരി പോട്ടറിന്റെ ഉത്തരവൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ഫേമസ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, കഴിവ് വേണം എന്നൊക്കെ പറഞ്ഞ് സേബ് അവനെ കളിയാക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർക്ക് അയച്ച ഓരോ ഗിഫ്റ്റുകളും കത്തുകളൊക്കെ ഈ മൂങ്ങകളും കൊണ്ട് അവർക്ക് കൊടുക്കുന്നത്. അതിൽ നെവിൽ എന്ന് പറയുന്ന കുട്ടിക്ക് റിമംബറൽ എന്ന് പറയുന്ന ഒരു ബോൾ കിട്ടുന്നുണ്ട്. അതെന്ന് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും മറന്നു പോവാണെന്നുണ്ടെങ്കിൽ അതിന്റെ നിറം ചുമലയാകും. ആ കൂട്ടത്തിൽ നമ്മുടെ റോണിന് വന്നിരുന്ന ഒരു കത്ത് പൊതിഞ്ഞിരുന്ന ന്യൂസ് പേപ്പർ ഹാരി കാണുകയാണ്. ആ ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഹാഗ്രിഡും ഹാരിയും കൂടെ പോയി പണം എടുത്തിട്ടുണ്ടായിരുന്ന ആ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു എന്ന്. കൊള്ളയടിക്കപ്പെട്ടത് ഹാരിയും ഹാഗ്രിഡും കൂടെ പോയി ആ ഒരു പ്രത്യേക സാധനം എടുത്തില്ലേ, ആ ലോക്കറാണ് കൊള്ളയടിക്കപ്പെട്ടത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നതെന്ന് അവർക്ക് സംശയമാവുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് നമ്മുടെ ഹെർമോണി ആണെങ്കിൽ വളരെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് ഇങ്ങനെ പറക്കാൻ പഠിപ്പിക്കുന്ന ക്ലാസ് ആണ്. നമ്മുടെ പറക്കും ചൂലക്കയിൽ ആ സാധനത്തിലിരുന്ന് പറക്കണം, അത് പഠിപ്പിക്കുന്ന ക്ലാസ് ആയിരുന്നു. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നെവിള് അറിയാതെ അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് പറന്നു പോവുകയാണ്. എന്നിട്ട് മുകളിൽ നിന്ന് അവൻ താഴത്ത് വീഴുകയും ചെയ്യുന്നുണ്ട്. അവൻ വീഴുന്ന സമയത്ത് അവന്റെ പോക്കറ്റിൽ അവന് ഗിഫ്റ്റായിട്ട് കിട്ടിയ ആ ബോളും ഉരുണ്ടു പോകുന്നുണ്ട്. അവനെ ആളുകൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ മാൽഫോയ് പോയിട്ട് ആ ബോൾ എടുത്ത് പോക്കറ്റിലിട്ടാണ്. ഇത് കാണുന്ന ഹാരി അത് തിരിച്ചു കൊടുക്കുക, അത് അവന്റെ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും തരാൻ പറ്റത്തില്ല, നിനക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് മാൽഫോയ് ആ ചൂലെടുത്തിട്ട് പറന്നു പോവാണ്. ഹാരി ആണെന്നുണ്ടെങ്കിൽ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. ഒരു മുകളിലെത്തി കഴിയുമ്പോൾ നമ്മുടെ മാൽഫോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോൾ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. ഹാരി ആണെന്നുണ്ടെങ്കിൽ വളരെ സ്പീഡിൽ പോയിട്ട് ആ ബോൾ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മെഗോണക്കൽ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മെഗോണക്കൽ താഴെ വന്നിട്ട് ഹാരിനെ വിളിച്ചുകൊണ്ട് നേരെ സീനിയേഴ്സിന്റെ ഒരു ക്ലാസ്സിൽ പോവാണ്. ആ ക്ലാസ്സിൽ നിന്ന് ഒലിവർ വുഡ് എന്നൊരു പയ്യനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ടീമിലൊക്കെ ഒരു മികച്ച സീക്കറിനെ ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹാരി പോട്ടറിനെ അവരുടെ ഗ്രിഫിൻഡോറിലെ ടീമിലെ സീക്കറായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഇതും കൂടി ആയപ്പോൾ ഹാരി പോട്ടർ ആ സ്കൂളിൽ ഭയങ്കര പിന്നെയും ഫേമസ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികളെയൊന്നും, അതായത് പുതിയതായിട്ട് വന്ന കുട്ടികളെയൊന്നും ഒരിക്കലും ആ ടീമിന്റെ സീക്കറായിട്ട് തിരഞ്ഞെടുക്കാറില്ല, ടീമിനോട് ചേർക്കാറ് പോലുമില്ല. ഈ കളി എന്താണെന്ന് പോലും ഹാരിക്ക് അറിയത്തില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് ഹാരി റോണും കൂടെ സംസാരിച്ചു പോയായിരുന്നു. പെട്ടെന്നാണ് ഹാരിയുടെ അടുത്തോട്ട് ഹെർമോണി വരുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, നിനക്ക് കളിക്കാൻ സാധിക്കും, കാര്യം അത് നിന്റെ രക്തത്തിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തിലോട്ട് പോവുകയാണ്. അവിടെ ട്രോഫികളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഷെൽഫിൽ കൊണ്ട് കാണിക്കുകയാണ്. അപ്പോഴാണ് ഹാരിക്ക് മനസ്സിലാവുന്നത് ഹാരിയുടെ അച്ഛൻ അവിടെ പണ്ടുണ്ടായിരുന്ന ഒരു സീക്കറായിരുന്നു. അതുകൊണ്ടാണ് ഹാരിക്ക് ഇപ്പോഴും ഈ കഴിവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ നേരെ റൂമിലോട്ട് പോവുമായിരുന്നു. പെട്ടെന്നാണ് ആ സ്റ്റെപ്പുകൾ ഗതി മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അവരറിയാതെ ചെന്ന് പെടുന്നത് ആ 3ാം നിലയിലെ ആരും പോകാൻ പാടില്ല
എന്ന് പറഞ്ഞ ആ സ്ഥലത്തായിരുന്നു. അവിടെ അങ്ങനെ അവർ അറിയാതെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഗേറ്റ് കീപ്പർ അങ്ങോട്ട് വരികയാണ്. അവരെയാളെ കണ്ടിട്ട് ഇവർ പേടിച്ച് ഒരു റൂമിലോട്ട് കയറുകയാണ്. ചെന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് 3 തലയുള്ള ഒരു ഭീമാകാരനായിട്ടുള്ള പട്ടി. അത് ഇവരുടെ നേരെ കടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഇവർ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവരങ്ങനെ തിരിച്ച് റൂമിലെത്തി റൂമിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഹെർമോണി അവരുടെ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ആ പട്ടി എന്തിനെയോ കാവല് നിൽക്കുകയാണ്. അതിന്റെ അടിയിൽ ഒരു ഡോർ ഉണ്ടായിരുന്നു. ഇത് കാണാൻ നമ്മുടെ ഹാരിയും റോണൊക്കെ ആകെ വല്ലാതെ നിൽക്കുകയാണ്. ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ടും ഇവള് ഇതൊക്കെ എവിടെ നിന്ന് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയെന്ന് ഓർത്തിട്ട്. അങ്ങനെ അടുത്ത ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ഒലിവർ വുഡ് ഹാരിനെ വിളിച്ചുകൊണ്ട് ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഹാരിക്ക് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒരു സീക്രട്ട് എന്ന നിലയിൽ ഹാരി ചെയ്യേണ്ടത് അതിൽ ഗോൾഡൻ സ്നിച്ച് എന്ന് പറയുന്നിട്ടുള്ള ഒരു ബോൾ ഉണ്ട്. ആ ബോൾ പിടിക്കുക എന്നുള്ളതാണ്. ആരാണോ ആ ബോൾ പിടിക്കുന്നത് അപ്പോൾ ആ കളി തീരുകയും പിടിക്കുന്ന ടീം കളി ജയിക്കുകയും ചെയ്യും. പക്ഷെ ആ ബോൾ പിടിക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. അത് ആകാശത്തേക്ക് പറന്നുയർന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ആർക്കും കാണാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഹാരിയുടെ ഫുൾ ഫോക്കസ് ആ ബോളിലായിരുന്നു. അടുത്ത ദിവസം അവരൊരു ക്ലാസ്സിലിരിക്കുകയായിരുന്നു. ഒരു വസ്തുവിനെ എങ്ങനെ പറപ്പിക്കാം എന്നുള്ള മന്ത്രമാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും തെറ്റിച്ചപ്പോൾ നമ്മുടെ ഹെർമോണി വളരെ കൃത്യമായിട്ട് ആ മന്ത്രം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല റോൺ തെറ്റിച്ചപ്പോൾ റോണിനെ അവളത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇവളെന്താണ് ഇങ്ങനെ, ഇവൾക്ക് ഭയങ്കര അഹങ്കാരമാണെന്നല്ലോ ഒക്കെ റോൺ ഹാരി അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് ഹെർമോണി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് കേട്ട ഭാഗത്തിന് ഹെർമോണി റോണിന് തട്ടിയിട്ടിട്ടാണ് നടന്നും പോകുന്നത്. അന്ന് വൈകിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇവളെ കാണാത്തത് കൊണ്ട് തന്നെ ഹാരി തിരക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെവില് പറയുന്നുണ്ട് അവളെ ബാത്റൂമിൽ ഇരുന്ന് കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രൊഫസർ കുരുൾ അങ്ങോട്ട് ഓടി വരുന്നത്. ഒരു മോൺസ്റ്റർ പുറത്തായിട്ടുണ്ട്, അവൻ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ തന്നെ ഡംബിൾഡോർ കുട്ടികളെ എല്ലാം റൂമിലോട്ട് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഒരാൾ പോലും പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയുന്നു. അങ്ങനെ റൂമിലോട്ട് പോകാൻ നേരമാണ് ഹാരിയും റോണും ഓർക്കുന്നത് ഹെർമോണി ഇതുവരെ അതൊന്നും അറിഞ്ഞിട്ടില്ല, അവൾ ബാത്റൂമിൽ തന്നെ നിൽക്കുകയാണെന്നുള്ള കാര്യം. അങ്ങനെ ഹെർമോണിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഹാരിയും റോണും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ഹെർമോണി നിൽക്കുന്ന ആ ബാത്റൂമിലോട്ട് ആ മോൺസ്റ്റർ വരികയാണ്. അത് വന്നിട്ട് ഹെർമോണി ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്. അവിടേക്ക് നമ്മുടെ ഹാരിയും റോണും എത്തുക. അതങ്ങനെ ഇവർ 3 പേരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹാരി എങ്ങനെയൊക്കെ അതിന്റെ മുഖത്ത് കയറിയിട്ട് തന്റെ മന്ത്രക്കോലെടുത്ത് അതിന്റെ മൂക്കിലിട്ട് കുത്തുന്നത്. ഹാരിനെ അത് വലിച്ച് സഹായത്തിനാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അത് പറ്റുന്നില്ല. അങ്ങനെ അവസാനം റോണ് തന്റെയൊക്കെ ഒരു മന്ത്രം പറഞ്ഞിട്ട് അതിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് തന്നെ അതിന്റെ തലക്കിട്ട് അടിക്കുകയാണ്. അങ്ങനെ അത് ബോധം കെട്ട് വീഴുന്നു. അപ്പോഴൊക്കെ അവിടേക്ക് സ്നേപ്പും മെഗോണക്കലും ഒക്കെ വരികയാണ്. എന്നിട്ട് ഹാരിനെയൊക്കെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്. നിങ്ങളിത് കാണിച്ചത് ഭയങ്കര മോശമായി, നിങ്ങൾക്ക് അതിന് ശിക്ഷ ലഭിക്കുന്നൊക്കെ. അപ്പോഴാണ് ഹെർമോണി പറയുന്നത് ഞാൻ ആ മോൺസ്റ്ററെ പിടിക്കാൻ ഒറ്റയ്ക്ക് വന്നതായിരുന്നു, ഞാനാണ് തെറ്റുകാരി, ഇവർ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ അത് കൊന്നേനെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഹെർമോണി ഇത് ചെയ്തുകൊണ്ട് തന്നെ ഹെർമോണിയുടെ കയ്യിൽ നിന്ന് 5 പോയിന്റ് അവർ കുറയ്ക്കുന്നുണ്ട്. അത് മാത്രമല്ല റോണും ഹാരിയും അത് ചെയ്തുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും 5 പോയിന്റ് വീതം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ റൂമിലോട്ട് പോവാണ്. അങ്ങോട്ട് പോകുമ്പോഴാണ് ഹാരി സ്നേപ്പിന്റെ കാലിലുള്ള ഒരു മുറിവ് ശ്രദ്ധിക്കുന്നത്. ഹാരിക്ക് എന്തോ സംശയമൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അവരങ്ങനെ അടുത്ത ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് സ്നേപ്പ് വരികയാണ്. സ്നേപ്പ് വന്നിട്ട് ഹാരിക്ക് ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ പറയുന്നുണ്ട്. ഭയങ്കര റൂഡായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. സ്നേപ്പ് അവിടെ നിന്ന് പോവാണ്. സ്നേപ്പ് പോയി കഴിയുമ്പോൾ ഹാരി അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അയാൾ ഞൊണ്ടുന്നുണ്ടോ, അയാൾ ആ പട്ടിയുടെ അടുത്ത് പോയിട്ടുണ്ടാവണം, ആ പട്ടി കടിച്ചതായിരിക്കണം അദ്ദേഹത്തിന്റെ കാലിൽ, അങ്ങനെയാണ് ആ മുറിവ് വന്നതൊക്കെ പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാരിക്ക് ഒരു ഗിഫ്റ്റ് വരികയാണ്. അത് നിംബസ് 2000 എന്ന് പറയുന്ന പറക്കൻചൂലായിരുന്നു. അത് ആ സമയത്ത് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ ഒന്നും കൂടിയാണ്. അത് ഹാരിക്ക് സമ്മാനമായിട്ട് കൊടുത്തത് പ്രൊഫസർ മെഗോണക്കലാണ് കേട്ടോ. അതിന്റെ അടുത്ത ദിവസം തന്നെ അവർ ആ മാച്ച് തുടങ്ങുകയാണ്. ഹാരിയുടെ ടീമും ഓപ്പോസിറ്റ് സ്ലിതറിന്റെ ടീമുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫസ്റ്റിലൊക്കെ ഹാരിയുടെ ടീം തന്നെയാണ് മുമ്പിട്ട് നിന്നെങ്കിലും സ്ലിതറിന്റെ ടീം ഒരു ഉടായ്പ കാണിച്ചിട്ട് അവരങ്ങനെ തോക്കാറായിട്ടുണ്ട്. കളിയുടെ പകുതി ആയപ്പോഴേ ഗോൾഡൻ സ്റ്റിച്ചിനെ തുറന്നു വിടുകയാണ്. ഗോൾഡൻ സ്റ്റിച്ചിനെ പിടിക്കുന്നവരായിരിക്കും ആ കളിക്ക് ജയിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാരി അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹാരിയുടെ പറങ്ങൻചൂരിന്റെ കൺട്രോൾ പോകുന്നത്. ഹാരി ഏകദേശം താഴെ വീഴാറായിട്ടുണ്ട്. അപ്പോഴാണ് ഹെർമോണി ബൈനോക്കുലറിലൂടെ നോക്കുന്നത്. അപ്പോഴാണ് അത് കാണുന്നത് സ്നേപ്പ് ഹാരിനെ ഇങ്ങനെ തുറച്ചു നോക്കി എന്തോ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹാരിനെ വീഴ്ത്താനായിട്ട് സ്നേപ്പ് ആയിരിക്കണം അത് ചെയ്യുന്നതെന്ന് കരുതി ഹെർമോണി നേരെ സ്നേപ്പിന്റെ അടുത്തോലാണ്. എന്നിട്ട് ചെറിയൊരു മന്ത്രം വെച്ചിട്ട് അവിടെ തീ ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് സ്നേപ്പിന്റെ ശ്രദ്ധ തിരിയാണ്. അതുകൊണ്ട് തന്നെ ഹാരിക്ക് തിരിച്ച് കൺട്രോൾ കിട്ടുകയാണ്. ഹാരി എങ്ങനെയൊക്കെയോ ആ ഗോൾഡൻ സ്റ്റിച്ചിനെ കൈക്കലാക്കുകയാണ്. അങ്ങനെ ഹാരിയുടെ ടീം ജയിക്കുകയാണ്. അതിനുശേഷം ഹാരിയും കൂട്ടരും ഹാഗ്രിഡിന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട് സ്നേപ്പാണ് ഇതിന് പിന്നിൽ ഹാരിനെ കൊല്ലാൻ നോക്കിയതും അത് മാത്രമല്ല അന്ന് ആ മോൺസ്റ്റർ തുറന്നു വിടാൻ നോക്കിയതൊക്കെ സ്നേപ്പാണെന്ന്. അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആ മോൺസ്റ്ററിനെ അങ്ങോട്ട് തുറന്നു വിട്ട് ശ്രദ്ധ തിരിച്ചിട്ട് ആ പട്ടിയുടെ അടിയിൽ എന്താണോ സൂക്ഷിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിക്കാനാണ് സ്നേപ്പിന്റെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഹാഗ്രിഡ് അതൊന്നും അങ്ങനെ ചെയ്യത്തില്ല. കാരണം അത് സൂക്ഷിക്കുന്ന ആളിൽ ഒരാൾ സ്നേപ്പും കൂടിയാണെന്ന് പറയുന്നു. അപ്പൊ ഹാഗ്രിഡ് പറയുന്നുണ്ട് സ്നേപ്പ് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല, അങ്ങനെ ആർക്ക് ചെയ്യാനും കഴിയത്തില്ല. കാര്യം ഫ്ലഫി അവിടെ ഉള്ളിടത്തോളം കാലം അവൻ സൂക്ഷിക്കുന്ന എന്താണോ അത് ആർക്കും എടുക്കാനും സാധിക്കില്ലെന്ന് പറയുന്നത്. ഫ്ലഫി എന്ന് പറയുന്നത് ആ 3 തലയിലുള്ള പട്ടിക്ക് ഹാഗ്രിഡ് ഇട്ട പേരാണ്. കാര്യം ഹാഗ്രിഡിന്റെയാണ് ആ പട്ടി എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഹാഗ്രിഡ് ഒരു വിടുവനായതുകൊണ്ട് തന്നെ ഹാഗ്രിഡ് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് തലയിടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഡംബിൾഡോറും നിക്ലസ് ഫ്ലെയിമിലും ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് സംശയം തോന്നുകയാണ് നിക്ലസ് ഫ്ലെയിം ആണെന്നുള്ള കാര്യം ഇവർക്കാർക്കും അറിയത്തില്ല താനും. അങ്ങനെ ക്രിസ്മസ് ആവുകയാണ്. വെക്കേഷന്
വേണ്ടിയിട്ട് കുട്ടികളെല്ലാം വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഹെർമോണിയും പോകാൻ തയ്യാറാവുന്നുണ്ട്. അവിടെ ഹാരി പോകുന്നില്ല, കാര്യം ഹാരിക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ല. കൂട്ടിന് റോണും ഉണ്ട് കേട്ടോ. റോണിനാണെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഹാരിക്ക് കൂട്ടായിട്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങനെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തോട്ട് ഹെർമോനി വരികയാണ്. എന്നിട്ട് നിക്കോളസ് ഫ്ലെമിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ, നിങ്ങൾ എവിടെന്നെങ്കിലും തിരക്കിയോ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ എല്ലാവരും അന്വേഷിച്ചു, പക്ഷേ അയാളെ കുറിച്ചിട്ട് ഒരറിവുമില്ല, എന്താണെന്ന് പോലും അറിയത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഹെർമോനി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ക്രിസ്മസ് ദിവസം രാത്രിയാവുകയാണ്. റോൺ ആണെന്നുണ്ടെങ്കിൽ ഹാരിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അവിടെ എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. റോണിന്റെ അമ്മ റോണിന് ഒരു ടീഷർട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ടെങ്കിൽ നിൽക്കുകയാണ്. അപ്പോൾ റോണ് പറയുന്നുണ്ട് നിനക്കും ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന്. ഹാരി അങ്ങ് അതിശയിച്ചു ഭയങ്കര സന്തോഷത്തോടെ ചെന്ന് നോക്കുകയാണ്. അതൊരു കമ്പളമായിരുന്നു, ഒരു പുതയ്ക്കുന്ന ഒരു പുതപ്പ് പോലത്തൊരു സംഭവമായിരുന്നു. അതങ്ങനെ ഹാരി ഇട്ടു നോക്കാൻ നേരം ഹാരി പെട്ടെന്ന് അദൃശ്യനാവുകയാണ്. അതൊരു മാന്ത്രിക പുതപ്പായിരുന്നു. അത് ആരാ അയച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് റോണ് ആ ലെറ്റർ എടുത്ത് വായിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഇത്ര എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ: നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഇത് എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. ഇനി ഇതിന്റെ അവകാശി നീയാണ്. നീ നല്ലതിന് മാത്രം വേണ്ടി ഇത് ഉപയോഗിക്കാണ്. പക്ഷെ അതിൽ ആരാ അയച്ചെന്നുള്ള പേരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഹാരിക്ക് മറ്റൊരു ഐഡിയ വരുന്നത്. ഇതുമായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ആരും തന്നെ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ആ റെസ്ട്രിക്റ്റഡ് ഏരിയ പോവാണെന്നുണ്ടെങ്കിൽ നിക്കോളസിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഹാരി അങ്ങനെ അങ്ങോട്ട് പോവാണ്. ഹാരി അവിടെയുള്ള ലൈബ്രറിയിലേക്ക് സെർച്ച് ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് അവിടുത്തെ കാവൽക്കാരൻ വരുന്നത്. അയാളെ കണ്ട് പേടിച്ച് ഹാരി ഓടുകയാണ്. ഹാരി ചെന്ന് പെടുന്നത് സ്നേപ്പിന്റെ അടുത്താണ്. സ്നേപ്പ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഫസർ ക്വിറിലിനെ കുത്തിന് പിടിച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് സ്നേപ്പ് കാണാതെ ഹാരി ഓടി മാറുകയാണ്. ഹാരി ചെല്ലുന്നത് ഒരു റൂമിലോട്ടായിരുന്നു. ആ റൂമിൽ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. ആ കണ്ണാടി ചെന്ന് നോക്കുമ്പോഴാണ് ഹാരിയുടെ അച്ഛനും അമ്മയും ആ കണ്ണാടിക്കുള്ളിൽ ഹാരിയുടെ കൂടെ പ്രതിബിംബത്തിൽ നിൽക്കുന്നത് കാണുന്നത്. അത് കേട്ട് അവന് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അവൻ ഓടിപ്പോയി റോണിനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കണം. പക്ഷെ റോൺ വന്ന് നോക്കുമ്പോൾ അതിലൊന്നും കാണുന്നില്ല. പക്ഷെ റോണ് ഭയങ്കര ഗ്ലാമറായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷെ ആ കണ്ണാടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ മനസ്സിൽ എന്താണോ ആഗ്രഹം, ആ ആഗ്രഹമാണ് അതിൽ പ്രതിബിംബമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അവധിയെല്ലാം കഴിഞ്ഞ് കുട്ടികൾ വരികയാണ്. അങ്ങനെ റോണും ഹാരിയും സംസാരിച്ചിരിക്കുന്നിടത്തോട്ട് ഹെർമോണി വരികയാണ് ഒരു വലിയൊരു ബുക്കുമായിട്ട്. ആ ബുക്കിൽ ഉണ്ടായിരുന്നു നിക്കോളസ് ആരാ എന്നുള്ളത്. നിക്കോളസ് ഫ്ലെയിം ആണ് ഫിലോസഫർ സ്റ്റോൺ കണ്ടുപിടിച്ചത്. ആ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഏതൊരു ലോഹത്തെ നമുക്ക് സ്വർണ്ണമാക്കാൻ സാധിക്കും. അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ആൾക്ക് ഒരിക്കലും മരണം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് സ്നേപ്പ് ആ കല്ല് അപഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് പറയാനായിട്ട് അന്ന് രാത്രി ഇവർ 3 പേരും കൂടി ഹാഗ്രിഡിന്റെ വീട്ടിലോട്ട് പോവാണ്. ഇതെന്ന് ഹാഗ്രിഡിനോട് പറയുന്നുണ്ടെങ്കിലും ഹാഗ്രിഡ് അതൊന്നും സമ്മതിക്കുന്നില്ല. ആ കല്ല് സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് സ്നേപ്പും. അതുകൊണ്ട് തന്നെ സ്നേപ്പ് ഒരിക്കലും അത് എടുക്കാൻ ശ്രമിക്കില്ല എന്നാണ് ഹാഗ്രിഡ് പറയുന്നത്. മാത്രമല്ല പ്ലഫിനെ മറികടന്ന് ഒരാൾക്കും അത് എടുക്കാൻ സാധിക്കില്ല. കാരണം എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യം എനിക്കും ഡംബിൾഡോറിനും മാത്രമേ അറിയുള്ളൂ എന്ന് ഹാഗ്രിഡ് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു മുട്ട വിരിയുന്നത്. അത് സാധാരണ ഒരു മുട്ടയല്ലായിരുന്നു, ഒരു ഡ്രാഗൺ കുഞ്ഞാണ് അതിൽ നിന്ന് വന്നത്. ആ ഡ്രാഗന്റെ മുട്ട ഹാരിയുമായിട്ട് അന്ന് ആദ്യമായി പോയ കഫേയിൽ ഒരു വട്ടം പോയപ്പോഴേക്കും അവിടെ ഒരാൾ വാണ്ടഡായിട്ട് കൊണ്ട് തന്നതെന്ന് പറയുന്നു. ഇതെല്ലാം ഇവരെല്ലാരും സംസാരിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഒളിച്ചിരുന്ന് മാൽഫോയ് കേൾക്കുന്നുണ്ടായിരുന്നു. അവര് തിരിച്ചെത്തിയപ്പോഴേക്കും അവരെയും കാത്ത് മെഗോണക്കൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുറത്തു പോയ കാര്യം മാൽഫോയ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തു പോയത് കൊണ്ട് ഇവരുടെ ശിക്ഷയായിട്ട് 50 പോയിന്റ് വെച്ചാണ് അവർക്ക് ഓരോരുത്തർക്കും ഇവർ കുറച്ചത്. അത് മാത്രമല്ല മറ്റൊരു ശിക്ഷയും കൂടി ഉണ്ടായിരുന്നു. രാത്രി ഹാഗ്രിഡിന്റെ കൂടെ ആ ഇരുണ്ട കാട്ടിലോട്ട് പോകണമായിരുന്നു. ഇവർക്ക് 3 പേർക്കും പണി കൊടുത്ത സന്തോഷത്തിൽ മാൽഫോയ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവനും പണി കിട്ടുന്നത്. ഇവരുടെ പുറകെ നോക്കാനാണെന്നുണ്ടെങ്കിലും അവനും പുറത്തു പോയത് കൊണ്ട് ഇവരുടെ കൂടെ അവനും പോകണമെന്ന് മെഗോണക്കൾ പറയാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടി ഹാഗ്രിഡുമായിട്ട് ആ കാട്ടിലോട്ട് പോവാണ്. ഇവർ കാട്ടിലോട്ട് പോകുന്നതിന് വേറൊരു ഉദ്ദേശമുണ്ട്. ആ കാട്ടിലെ യൂണിക്കോണുകൾ പല ദിവസങ്ങളിലായിട്ട് ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണക്കാരൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കാട്ടിലോട്ട് പോകുന്നത്. അവരങ്ങനെ കാട്ടിലെത്തിയ ശേഷം ഇവർ 2 ടീമായിട്ട് തിരിയാണ്. റോണും ഹെർമോണിയും ഹാഗ്രിഡിന്റെ കൂട്ടത്തിലും പോകുന്നു. ഹാരിയും മാൽഫോയും മറ്റൊരു വഴിക്കും പോകുന്നു. അവരുടെ 2 പേരുടെയും കൂട്ടത്തിൽ ഹാഗ്രിഡിന്റെ ഒരു പട്ടിയുണ്ട്. അവരങ്ങനെ നടന്നു പോവാണ്. മാൽഫോയ് ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ജാട അഹങ്കാരമൊക്കെ ഉള്ളൂ, മുട്ടം പേടിത്തൊണ്ടനാണ് കേട്ടോ. അവരങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദൂരത്തായിട്ട് ഒരു യൂണിക്കോണിനെ എന്തോ ഒന്ന് കടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് അവർ പേടിക്കുകയാണ്. ഇവരെ കണ്ടപാടെ ആ കറുത്ത രൂപമുള്ള വസ്തു ഇവരുടെ നേരെ വരികയാണ്. മാൽഫോയും ആ പട്ടിയാണെന്നുണ്ടെങ്കിൽ ജീവനും കൊണ്ട് ഓടുകയാണ്. ഹാരി അവിടെ തന്നെ നിന്ന് പോവാണ്. കാരണം അതിനെ കണ്ടതോടെ ഹാരിയുടെ ആ നെറ്റിയിൽ തഴമ്പിന് അവിടെ ഭയങ്കരമായുള്ള ഒരു വേദന അനുഭവപ്പെടുകയാണ്. ആ രൂപം അവന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഒരു കുതിര മനുഷ്യൻ ചാടി വീഴുകയാണ്. അതിനെ കണ്ടപാടെ ഹാരി പോട്ടറുടെ നേരെ വന്ന ആ ജീവി അവിടെ നിന്ന് പറന്ന് രക്ഷപ്പെടുകയാണ്. അപ്പൊ ഹാരി ആ കുതിര മനുഷ്യനോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിൽ നിന്നാണ് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയത്? അപ്പോൾ അത് പറയുന്നുണ്ട്, യൂണിക്കോണിന്റെ രക്തം കുടിക്കുന്ന ഒരാൾക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, എന്നാൽ അതിനൊരു ശാപവും കൂടി കിട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിക്കോണിന്റെ രക്തം ചുണ്ടിൽ പറ്റുന്ന ആ നിമിഷം മുതൽ അത് അർദ്ധപ്രാണനായി മാറുകയും ചെയ്യും. അത്രയും
ഇത്രയും ശപിക്കപ്പെട്ട ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ഒരാൾക്കേ സാധിക്കുള്ളൂ, അതാണ് വോൾഡമോർട്ട്. അപ്പോഴാണ് ആ കുതിരമറ്റ ഹാരിയുടെ ഒരു കാര്യം കൂടെ പറയുന്നത്, ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ ആ ഹോഗ്വാർട്സിൽ എന്താണ് മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഹാരിക്ക് കാര്യങ്ങൾ ഒരു ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തന്നെ അവിടെയൊക്കെ ഹാഗ്രിഡും മറ്റു ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ നായ നേരെ ചെന്നത് ഹാഗ്രിഡിനെ വിളിക്കാനായിരുന്നു കേട്ടോ. അതിനുശേഷം അവർ മടങ്ങി സ്കൂളിലും പോകുന്നുണ്ട്. അന്ന് രാത്രി ഹാരി അവർ തന്റെ കൂട്ടുകാരോട്ട് പറയുന്നുണ്ട്, സ്നേപ്പ് ആ കല്ല് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ടില്ല, അത് വോൾഡമോർട്ടിന് വേണ്ടിയിട്ടാണ്, വോൾഡമോർട്ടിനെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്നേപ്പ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. അതിന്റെ അടുത്ത ദിവസം രാവിലെ ഹാരിയും കൂട്ടുകാരും ഇങ്ങനെ സ്കൂളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാരിയുടെ ആ തഴമ്പിന് ആ നെറ്റിയുടെ അവിടെ ഭയങ്കരമായ വേദന ഹാരിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഹാരി പറയുന്നുണ്ട്, എന്തൊരു അപകടം വരാനുള്ള സൂചനയാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. പെട്ടെന്നാണ് ഹാരിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് ഹാഗ്രിഡിന്റെ അടുത്ത് ആ ഡ്രാഗന്റെ മുട്ട കൊണ്ട് കൊടുത്ത ആള് വെറുതെ ഒന്നുമല്ല കൊണ്ട് കൊടുത്തത്. കാരണം ഒരാൾ എപ്പോഴും ഡ്രാഗന്റെ മുട്ടയൊന്നും കൊണ്ട് നടക്കാറില്ല. അത് ഹാഗ്രിഡ് വിടുവായനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഹാഗ്രിഡിന്റെ അടുത്ത് നിന്ന് എന്തോ ഒരു രഹസ്യം അറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ വാണ്ടഡ് ആയിട്ടാണ് ആ മുട്ട കൊണ്ട് കൊടുത്തതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവരെല്ലാരും കൂടെ നേരെ പോകുന്നത് ഹാഗ്രിഡിന്റെ അടുത്തേക്കാണ് കേട്ടോ. ഹാഗ്രിഡിന്റെ അടുത്ത് എന്നിട്ട് ആ മുട്ട തന്ന ആളുടെ മുഖം ഓർമ്മയുണ്ടെന്ന് ചോദിക്കുന്നു. പക്ഷെ അയാൾ മുഖം മറച്ചതുകൊണ്ട് ഞാൻ അയാളുടെ മുഖം കണ്ടിട്ടില്ല എന്നാണ് ഹാഗ്രിഡ് പറയുന്നത്. അപ്പൊ ഹാരി ചോദിക്കുന്നുണ്ട്, അയാൾ വേറെ എന്തെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹാഗ്രിഡ് പറയുന്നത്, ഞാൻ വേറെ മൃഗങ്ങളെ ഏതെങ്കിലും വളർത്തിയെന്നൊക്കെ അയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫ്ലഫിയെ വളർത്തിയത് കൊണ്ട് തന്നെ എനിക്കൊരു ഡ്രാഗണെ വളർത്തുന്ന അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏതൊരു മൃഗത്തിന്റെ വീക്ക് പോയിന്റ് അറിഞ്ഞാൽ അതിനെ വളർത്താൻ എളുപ്പമായിരിക്കും എന്ന് പറയുന്നു. അതായത് ഫ്ലഫിയുടെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ്. ഇത് കേൾക്കുന്ന ഹാരി കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. അവർ മൂന്നുപേരും കൂടി പിന്നെ പോകുന്നത് പ്രൊഫസർ മെഗോണക്കലിന്റെ അടുത്തേക്കാണ്. അവിടെ ചെന്നിട്ട് പ്രൊഫസർ ഡംബിൾഡോറിനെ തിരക്കുന്നുണ്ട്, അത്യാവശ്യമാണെന്ന് പറയാണ്. അപ്പോഴാണ് മെഗോണക്കൽ പറയുന്നത്, ഡംബിൾഡോർ ഇപ്പോൾ സ്ഥലത്തില്ല, അദ്ദേഹം മിനിസ്ട്രി ഓഫ് മാജിക് എന്നൊരു അറിയിപ്പ് വന്നിട്ട് പോയിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പൊ ഹാരി പറയുന്നുണ്ട്, ഇതൊരു അത്യാവശ്യ കാര്യമാണ്, ഫിലോസഫർ സ്റ്റോൺ ആരോ അപഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് തടയണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ മെഗോണക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് തികച്ചും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞ് അവരവിടെ നിന്ന് ഓടിക്കുകയാണ്. അപ്പോൾ അവർ വേറൊരു പ്ലാൻ ഉണ്ടാക്കാണ്. അന്ന് രാത്രി തന്നെ സ്നേപ്പ് എടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഫിലോസഫർ സ്റ്റോൺ ഇവർ കൈക്കലാക്കാൻ തീരുമാനിക്കുന്നു. അതിന് വേണ്ടിയിട്ട് അന്ന് രാത്രി അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവരുടെ കൂട്ടുകാരായ നെവിള് തടയാണ്. കാരണം ഇവർ പുറത്തോട്ട് പോകുന്നത് എന്തിനാണെന്ന് അവനെ അറിയത്തില്ല. എന്നാലും ഇവർ പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടീമിന്റെ മാർക്ക് കുറയുന്നതുകൊണ്ട് തന്നെ നെവിള് അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഹെർമോണി ഒരു മാജിക് ഉപയോഗിച്ചിട്ട് അവനിങ്ങനെ സ്റ്റില്ലാക്കി നിർത്തിയിട്ട് അവരങ്ങ് അവിടെ നിന്ന് പോവുകയാണ്. അവരാദ്യം ചെല്ലുന്നത് ഫ്ലഫിയുടെ അടുത്തേക്കായിരുന്നു. പക്ഷേ ഇവരെത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ആരോ ഫ്ലഫിനെ ഉറക്കി കിടത്തിയിട്ട് അതിനകത്തോട്ട് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ഇവരങ്ങനെ ആ ഡോർ വഴി പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഫ്ലഫി ഉണരുകയാണ്. ഇവരുടെ നേരെ ചെല്ലുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് തന്നെ അവരെ മൂന്നുപേരും കൂടെ അതിന്റെ അകത്തോട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഇവർ ചെന്ന് വീഴുന്നത് കുറെ വള്ളികളുടെ പുറത്തേക്കായിരുന്നു. ഇവർ ചെന്ന് വീണതും ആ വള്ളികൾ ഇവർ ഓരോരുത്തരായിട്ട് വരിഞ്ഞ് മുറുക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഹെർമോണി പറയുന്നത്, ഇതൊരു പ്രത്യേകതരം മാജിക് വള്ളികളാണ്, ഇത് നമ്മൾ അനങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വരിഞ്ഞു മുറുക്കി കൊന്നുകളയും, നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ രക്ഷപ്പെടാൻ സാധിക്കും പറയുന്നു. അങ്ങനെ ആദ്യം ഹെർമോണി ചെയ്യാണ്. ഹെർമോണി താഴത്തോട്ട് വീഴുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഹാരിയും അതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ റോണിന് പേടി വന്നിട്ട് അവൻ ആകെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വള്ളികൾ അവനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു. റോണിനെ കൊണ്ട് തനിയത് പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ ഹെർമോണി താനൊരു മന്ത്രം ചൊല്ലിയിട്ട് സൂര്യപ്രകാശം വരുന്നതാണ്. ഈ സൂര്യപ്രകാശം അടിച്ചു കഴിയുമ്പോൾ ഈ വള്ളികളൊക്കെ നശിച്ചു പോകും. അങ്ങനെ റോണിനെ അവർ രക്ഷിക്കുകയാണ്. അതിനുശേഷം അവര് മറ്റൊരു റൂമിൽ ചെല്ലുകയാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ധാരാളം പറക്കുന്ന കീകൾ ഉണ്ടായിരുന്നു, താക്കോലുകൾ. അവർക്ക് ഒരു റൂമിന്റെ ഡോറ് തുറന്നിട്ട് വേണം അപ്പുറത്തോട്ട് പോകാൻ. അത് തുറക്കാൻ നോക്കിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ കീകളിൽ ഒരെണ്ണം ആയിരിക്കണം അത് തുറക്കാനുള്ള താക്കോലെന്ന്. പക്ഷേ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ് അതൊരു പഴയ ഡോറാണ്, അതുകൊണ്ട് തന്നെ ഒരു പഴയ കീ ആയിരിക്കണം അവർക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അവർ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഹാരി അവിടെ നിന്ന് ഒരു കീ കണ്ടുപിടിക്കുകയാണ്. ഒരു പഴയ തുരുമ്പിച്ചൊരു കീ അതിലുണ്ടായിരുന്നു. പക്ഷെ അത് പറന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എടുക്കണമെന്ന് ഹാരിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് അവിടെ സൈഡിലായിട്ട് ഒരു പറക്കം ചൂല് വെച്ചിരിക്കുന്നത് കാണുന്നത്. അത് കയറി ഹാരി എടുക്കാൻ ശ്രമിക്കുകയാണ്. ആ ചൂലിൽ ഹാരി കയറിയതും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കീകളെല്ലാം ഹാരിയുടെ നേരെ വരികയാണ്. ഹാരിനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാരി എങ്ങനെയൊക്കെയോ ആ കീ കൈക്കലാക്കുകയാണ്. എന്നിട്ട് ഹെർമിയോണിയുടെ കയ്യിലോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. ഹെർമിയോണി റോണും ആ ഡോറ് തുറന്ന് അകത്ത് കയറുകയാണ്. എന്നിട്ട് ഹാരി പെട്ടെന്ന് തന്നെ അതിലോട്ട് ഓടിച്ച് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് അടുത്തതായിട്ട് അവർ ചെല്ലുന്നത് വേറൊരു ചലഞ്ചിലോട്ടായിരുന്നു. കാരണം അവർ ചെന്ന് നിൽക്കുന്ന ആ മുറി എന്ന് പറയുന്നത് ഒരു വലിയൊരു ചെസ് ബോർഡ് തന്നെയായിരുന്നു. അത് കളിച്ച് വിജയിക്കാതെ അവർക്ക് അടുത്ത റൂമിലോട്ട് പോകാനും സാധിക്കത്തില്ലായിരുന്നു. അഥവാ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവന് തന്നെ അപകടമാവുകയും ചെയ്യും. പക്ഷെ റോണിന് അപാരമായ രീതിയിൽ ചെസ് കളിക്കാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ ചെസ് കളിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ചെസ് കളി തുടങ്ങുകയാണ്. റോണ് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അവസാനത്തെ 2 മൂവിൽ അവർക്ക് കളി വിജയിക്കാൻ സാധിക്കും. പക്ഷെ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. റോണ് തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതിന് ഹാരിയും ഹെർമോണിയും സമ്മതിക്കുന്നില്ല. പക്ഷെ റോൺ പറയുന്നുണ്ട്, ആ സ്റ്റോണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ, എനിക്കോ ഹെർമോണിക്കോ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടണ്ട, നീ ആ സ്റ്റോൺ എടുക്കുന്ന കാര്യം
കാര്യം മാത്രം നോക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഹാരി അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ റോണ് തന്റെ കുതിരയെ വെച്ചിട്ട് ആ രാജാവിനെ ചെക്ക് വിളിക്കുകയാണ്. പക്ഷെ രാജാവ് റോണിന്റെ ആ കുതിരയെ കുത്തി വീഴ്ത്തുകയാണ്. റോണും തെറിച്ച് താഴെ വീഴുന്നുണ്ട്. അതിനുശേഷം ഹാരി പോട്ടർ വന്നിട്ട് അതിനെ ചെക്ക് വിളിച്ച് കളി അവർ ജയിക്കുകയാണ്. അതിനുശേഷം റോണിനെ ഹെർമോണിനെ ഏൽപ്പിച്ചിട്ട് ഹാരി അതിന്റെ ഉള്ളിലോട്ട് പോവുകയാണ്. പക്ഷെ ഹാരിയുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിച്ചുകൊണ്ട് അവിടെ പ്രൊഫസർ സ്നേപ്പിന് പകരം ഉണ്ടായിരുന്നത് ക്വിറിലായിരുന്നു. ക്വിറിലെ കണ്ട് ഹാരി ഞെട്ടിപ്പോവാണ്. ഞാൻ വിചാരിച്ചത് ഇവിടെ സ്നേപ്പായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന്. അപ്പോൾ ക്വിറിൽ പറയുന്നത് സ്നേപ്പിനെ കണ്ടാൽ അങ്ങനെ തോന്നും, അതുകൊണ്ട് തന്നെ ആരും എന്നെ സംശയിക്കത്തില്ലല്ലോ. അപ്പോൾ ആ ഗെയിമിനിടക്ക് എന്തിനാണ് പ്രൊഫസർ സ്നേപ്പ് എന്നെ കൊല്ലാൻ നോക്കിയതെന്ന് ഹാരി ചോദിക്കുന്നു. അപ്പോൾ ക്വിറിൽ പറയുന്നുണ്ട്, സ്നേപ്പ് അല്ല നിന്നെ കൊല്ലാൻ നോക്കിയത്, ഞാനായിരുന്നു. അന്ന് സ്നേപ്പിന്റെ ഡ്രസ്സിൽ തീ പിടിച്ചിട്ട് എന്റെ ശ്രദ്ധ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്തേനെ. അത് മാത്രമല്ല, അന്ന് സ്നേപ്പ് ചൊല്ലിക്കൊണ്ടിരുന്നത് നിന്നെ രക്ഷിക്കാനുള്ള മന്ത്രമായിരുന്നു. അന്ന് ആ മോൺസ്റ്ററെ തുറന്നുവിട്ട് എല്ലാവരെയും ശ്രദ്ധ തിരിച്ചിട്ട് ആ കല്ലെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെയും വിലങ്ങുതിരിയായിട്ട് സ്നേപ്പാണ് വന്നത്. അന്നോട്ട് തന്നെ സ്നേപ്പ് എന്നെ ഒട്ടും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവര് നിൽക്കുന്നത് ആ മാന്ത്രിക കണ്ണാടിയുടെ മുമ്പിലായിരുന്നു. അപ്പോൾ കിരുള് പറയുന്നുണ്ട്, ഞാൻ ഈ കണ്ണാടി നോക്കുമ്പോൾ കാണുന്നത് ആ കല്ല് എന്റെ കയ്യിലിരിക്കുന്നതായിട്ടാണ്, പക്ഷെ അതെനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് ഒരു ഭയാനകമായ ഭീതിപ്പെടുന്ന ഒരു സൗണ്ട് പറയുന്നത്, അവനെ ഇങ്ങോട്ട് വിളിക്കൂ, അവന്റെ കയ്യിലുണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ ഹാരിനെ ആ കണ്ണാടിയുടെ മുമ്പിലോട്ട് കുരുള് പിടിച്ച് നിർത്തുകയാണ്. അപ്പോൾ ഹാരി കാണുന്നത് ഹാരിയുടെ പോക്കറ്റിൽ ആ കല്ലിരിക്കുന്നതാണ്. ആ കല്ല് എടുത്ത് ഹാരി ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഹാരി പതിയെ തന്റെ പോക്കറ്റിൽ തൊട്ട് നോക്കുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ആ കല്ല് ഹാരിയുടെ പോക്കറ്റിൽ കിടക്കുകയാണ്. അപ്പോൾ കിരുള് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇത് കാണുന്നത്, പെട്ടെന്ന് പറയുന്നു. അപ്പോൾ ഹാരി പറയുന്നത്, ഞാൻ ഡംബിൾഡോറിന് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നു, ഞങ്ങൾ ഹൗസ് കപ്പ് അടിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായ ശബ്ദം പറയുന്നുണ്ട്, എന്നെ അവന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ക്വിറില് ആ കണ്ണാടിയുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് തന്റെ തലപ്പാവ് അഴിക്കുകയാണ്. അപ്പോഴാണ് ക്വിറിലിന്റെ തലയുടെ പുറകിലായിട്ട് വോൾഡമോർട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. വോൾഡമോർട്ടിനെ കണ്ട പാടെ ഹാരി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു തീ കൊണ്ടൊരു വലയം സൃഷ്ടിച്ചിട്ട് ക്വിറിൽ അവനെ തടയാണ്. അപ്പോൾ വോൾഡമോർട്ട് അവനെ പല രീതിയിൽ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കല്ല് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ അച്ഛനും അമ്മേനെയും തിരിച്ചു തരാം, എനിക്ക് ജീവിതത്തിലോട്ട് വരാൻ പറ്റുന്ന കൂട്ടത്തിൽ അവരെ ഞാൻ തിരിച്ചു കൊണ്ട് നിനക്ക് തരാമെന്നൊക്കെ പറയുന്നു. പക്ഷെ ഹാരി നല്ല മനധൈര്യമുള്ള ആളായിരുന്നു. അവൻ പറഞ്ഞു, ഒരിക്കലും ഞാനത് തരത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വാൾഡമോർട്ട് പറയുന്നുണ്ട് ക്വിറിലിനോട്, അവനെ പിടിക്കൂ, ആ കല്ല് എടുക്കൂ എന്നൊക്കെ. പെട്ടെന്നാണ് ക്വിറിൽ ഹാരിയുടെ കഴുത്തിൽ ഞെക്കി പിടിക്കുന്നത്. അതിൽ ഹാരിയുടെ കയ്യിൽ നിന്ന് ആ കല്ല് തെറിച്ച് താഴെ വീഴുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹാരി തന്റെ കൈ ഉപയോഗിച്ചിട്ട് ക്വിറിലിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോഴേക്കും ക്വിറിലിന്റെ കൈ കരിഞ്ഞ് പൊടിഞ്ഞ് ഭസ്മമായി പോവുകയാണ്. എന്നിട്ടും വിടാതെ ഹാരിനെ പിന്നെയും അവൻ പിടിക്കാൻ വരികയാണ്. ഇത് തന്നെയാണ് അവസരം എന്ന് മനസ്സിലാക്കിയ ഹാരി തന്റെ കൈകൾ ഉപയോഗിച്ച് ക്വിറിലിന്റെ മുഖത്ത് അമർത്തി പിടിക്കുകയാണ്. ഹാരി പിടിച്ചതും ക്വിറിൽ ആകെ പരിഞ്ഞ് ഭസ്മമായി മാറുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് ഹാരി ആ സ്റ്റോൺ എടുത്ത് കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോഴാണ് ആ ഭസ്മത്തിൽ നിന്ന് വോൾഡമോർട്ട് ഉയർന്നു വരുന്നത്. അത് അതിവേഗം കാറ്റായിട്ട് ഹാരിയുടെ നേരെ പാഞ്ഞു പോവുകയാണ്. അപ്പോഴേക്കും ഹാരി ബോധം മറന്ന് താഴെ വീഴുകയാണ്. അടുത്ത ദിവസം നമ്മളെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹാരിയെ കാണാനായിട്ട് വരുന്ന ഡംബിൾഡോറിനെയാണ്. ഡംബിൾഡോർ ഹാരി ചോദിക്കുന്നുണ്ട്, താൻ ക്വിറിലിനെ പിടിച്ചപ്പോൾ ക്വിറിൽ എങ്ങനെയാണ് നശിച്ചു പോയതെന്ന്. അപ്പോൾ ഡംബിൾഡോർ പറയുന്നുണ്ട്, നിന്റെ പാരന്റ്സ് അവരുടെ സ്വന്തം ജീവൻ ത്യാഗം നൽകിയിട്ടാണ് നിന്നെ രക്ഷിച്ചതെന്ന്. അപ്പോഴുണ്ടായ ആ ഒരു പ്രൊട്ടക്ഷൻ ആണ് നിന്നെ അന്നത്തെ ആ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഇന്നും ആ പ്രൊട്ടക്ഷൻ നിന്റെ ശരീരത്തിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഹാരി തന്റെ ശരീരത്തേക്ക് തപ്പി നോക്കുമ്പോൾ ഡംബിൾഡോർ പറയുന്നുണ്ട്, അത് നിന്റെ ശരീരത്തിൽ കാണാൻ സാധിക്കത്തില്ല, അത് എന്താണെന്ന് നിനക്കറിയാമോ, അതാണ് ലവ്. നിന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമാണ് നിന്റെ പ്രൊട്ടക്ഷനായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ആ സ്കൂളിലെ അവസാനത്തെ ദിവസം ആകുകയാണ്. ഹൗസ് കപ്പ് ആർക്കാണെന്നുള്ള പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. ഫലപ്രഖ്യാപനം വന്നപ്പോഴേക്കും ഗ്രിഫിൻഡോർ 4ാം സ്ഥാനത്താവുകയാണ്, സ്ലിതറിൻ 1ാം സ്ഥാനത്ത് ആവുകയാണ്. അപ്പോൾ സ്ലിതറിന്റെ ടീമെല്ലാം ഭയങ്കരമായ രീതിയിൽ സന്തോഷിക്കുന്നുണ്ട്. ആ നമ്മുടെ മാൽഫോയൊക്കെ ഹാരിനെ ഒരുമാതിരിയൊക്കെ നോക്കി കളിയാക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ്, സന്തോഷിക്കാൻ പറ്റട്ടെ, നിങ്ങൾക്ക് വളരെ അഭിനന്ദനങ്ങൾ, എന്നാൽ കുറച്ച് മാർക്കും കൂടി എനിക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ തന്റെ കൂട്ടുകാർക്ക് ഒരു ആപത്ത് വന്ന സമയത്ത് തന്റെ ബുദ്ധിശക്തിയും കഴിവുപയോഗിച്ച് അവരെ സഹായിച്ചതിന് ഹെർമോണിക്ക് 50 പോയിന്റ്സ് കൊടുക്കുകയാണ്. അത് കൂടാതെ ആ സ്കൂളിൽ തന്നെ ഏറ്റവും നല്ല ചെസ് പ്ലെയർ ആയിട്ടുള്ള റോണിന് 50 പോയിന്റ് കൊടുക്കുകയാണ്. കൂടാതെ ഹാരി ചെയ്ത സാഹസിക പ്രവർത്തനങ്ങൾക്കും അവന്റെ ധൈര്യത്തിനെല്ലാം കൂട്ടി ചേർത്തിട്ട് ഒരു 60 മാർക്കും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവരുടെ ടീമും സ്ലിതറിന്റെ ടീമും ഏകദേശം ഈക്വലായി മാറുകയാണ്. അതുകൂടാതെ ഒരാൾക്ക് കൂടി ഡംബിൾഡോർ മാർക്ക് കൊടുക്കുന്നുണ്ട്. തന്റെ കൂട്ടുകാരായിട്ട് പോലും തെറ്റ് ചെയ്യാൻ പോയതിന് അവരെ തടഞ്ഞതിന് നമ്മുടെ നിവിലിന് ഒരു 10 മാർക്കും കൂടി കൊടുക്കുകയാണ്. ഇതോടെ നമ്മുടെ ഗ്രിഫിൻഡോർ ടീമാണ് കപ്പ് വിജയിക്കുന്നത്. അങ്ങനെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും യാത്ര പറയുകയാണ്. ഹാരിക്കാണെന്നുണ്ടെങ്കിൽ പോകാൻ ഒട്ടും മനസ്സില്ല. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് ഹാഗ്രിഡിന്റെ അടുത്ത് യാത്ര പറയാനായിട്ട് ഹാരി ചെല്ലുകയാണ്. ഹാരിക്കായിട്ട് ഹാഗ്രിഡ് ഒരു ചെറിയ സമ്മാനം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിലെ ഹാരിയും അവന്റെ അച്ഛനും അമ്മയായിട്ട് നിൽക്കുന്ന ഒരു ചെറിയൊരു ഫോട്ടോ ആയിരുന്നു അത്. അങ്ങനെ അത് മേടിച്ചുകൊണ്ട് ഹാരി അവിടെ നിന്ന് യാത്രയാവുകയാണ്. ഇവിടെ നമ്മുടെ ഈ കഥ അവസാനിക്കുകയാണ്. ഇതിന്റെ അടുത്ത പാട്ടുകൾ നമ്മുടെ ചാനലിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.